IT ജോബ് നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കഴിഞ്ഞ കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നത്. എന്താണ് മേൺ സ്റ്റാക്ക്? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മേൺ സ്റ്റാക്കിനെ കുറിച്ചാണ്. മേൺ സ്റ്റാക്കിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നോളജീസിനെ കുറിച്ചാണ്. കമ്പനീസ് എന്തുകൊണ്ട് മേൺ സ്റ്റാക്ക് പ്രിഫർ ചെയ്യുന്നു, നമ്മളത് പഠിച്ച ആസ് എ ലേണർ അയാൾക്കുള്ള സ്കോപ്പ് എന്താണ്, കരിയർ സ്കോപ്പ് എന്താണ്, ഇത് പഠിക്കാനുള്ള പാത്ത് വേ, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഐ ആം സാഹിർ. എന്താണ് മേൺ സ്റ്റാക്ക്? മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ടെക്നോളജീസ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളക്ഷൻ ഓഫ് ടെക്നോളജീസിനെയാണ് മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നത്. മേൺ സ്റ്റാക്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MongoDB, Express.js, React ആൻഡ് Node.js. സോ ഈ നാലും കൂടെ ചേർന്നിട്ടാണ് മേൺ എന്നുള്ള പേര് ലഭിക്കുന്നത്. ഇതിലെ ഓരോ ടെക്നോളജിയും പല പല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് MongoDB നോക്കുകയാണെന്നുണ്ടെങ്കിൽ MongoDB ആ പേരിൽ തന്നെ ഉണ്ട്. അതൊരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇതൊരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇതിലാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്ത് ആപ്ലിക്കേഷൻ ചെയ്താലും നമുക്ക് അതിൻ്റെ അകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് വേറൊരാൾ കാണുന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് വയ്ക്കുന്ന ഒരു ഡേറ്റാബേസിലായിരിക്കും, സെർവറിലായിരിക്കും. അതുപോലത്തെ ഒരു ഡേറ്റാബേസാണ് MongoDB എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു പർപ്പസിനാണ് നമ്മൾ MongoDB യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Node.js ഒരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്. എന്താണ് റൺ ടൈം എൻവയോൺമെൻറ്റ്? റൺ ടൈം എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കളക്ഷനെയാണ് നമ്മൾ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തതായിട്ട് ഈ ടെക്നോളജി സ്റ്റാക്ക് വരുന്നത് Express.js ആണ്. Express.js എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Express.js Node.jsൻ്റെ ഫങ്ഷൻസും സ്ട്രക്ചേഴ്സുമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നാലാമത്തതായിട്ട് റിയാക്ട് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ മെറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന, നേരത്തെ അവർ കണ്ടുപിടിച്ചതാണ്. റിയാക്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മേൺ സ്റ്റാക്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിട്ട് നമുക്ക് MongoDB ഉണ്ട്. സെർവർ സൈഡ് ഡീൽ ചെയ്യാനായിട്ട് Node.jsഉം Express.jsഉം ഉണ്ട്. പിന്നെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് റിയാക്ട് ഉണ്ട്. സോ ഒരു കളക്ഷൻ ഓഫ് ടെക്നോളജി സ്റ്റാക്കാണ് മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നത്. മേൺ സ്റ്റാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും ഫാസ്റ്ററുമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനികൾ പൊതുവെ മേൺ സ്റ്റാക്ക് ഇപ്പം അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മേൺ സ്റ്റാക്ക് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് മേൺ സ്റ്റാക്ക്. ഒരു കമ്പനി മേൺ സ്റ്റാക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മേൺ സ്റ്റാക്കിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു MVC ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. MVC എന്ന് പറഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഈ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസും ബിസിനസ് ഡീറ്റെയിൽസും വേർതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മേൺ സ്റ്റാക്ക് ബാക്കി കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റും എഫിഷ്യൻറ്റും ആണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ സോഴ്സ് ടെക്നോളജിയാണ്. ഓപ്പൺ സോഴ്സ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി എപ്പോഴും ഈ പറഞ്ഞൊരു സ്റ്റാക്കിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൽ ലോകത്തുള്ള എക്സ്പേർട്സ് ദിനം പ്രതി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് മിക്ക കമ്പനീസും ഇത് അഡോപ്റ്റ് ചെയ്യാനും ഇപ്പം ഇത്രയും ഡിമാൻഡ് വരാനുള്ള കാരണം. നാലാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മേൺ സ്റ്റാക്കിന് ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് വേർഡ് പ്രസ് പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ മേൺ സ്റ്റാക്കിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം ഡെവലപ്മെൻറ്റിന് ലാഭിക്കാന്നുള്ളത്. സമയം മാത്രമല്ല കോസ്റ്റും പക്ഷേ കമ്പനി ലാഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫുൾ സ്റ്റാക്ക് ടെക്നോളജീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേൺ സ്റ്റാക്കിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ ടെക്നോളജീസും ജാവാ സ്ക്രിപ്റ്റിലാണ്. അപ്പോൾ നമുക്ക് കോൺടെക്സ്റ്റ് സ്വിച്ചിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത് പഠിച്ചാലുള്ള സ്കോപ്പ് എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ലോകത്തിലെ 90% വെബ് ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജാവാ സ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജിലാണ്. അതുതന്നെയാണ് ഈ
Mern Stack പഠിക്കാനുള്ള സ്കോപ്പും കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2022 മാത്രം ഇന്ത്യയിൽ ഏകദേശം 8 ലക്ഷത്തോളം Mern Stack ഫ്രഷേഴ്സിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ എഡ്യൂറിൽ തന്നെ Mern Stackൻ്റെ പ്രോഗ്രാം ഉണ്ട്. ഇതുവരേക്കും ഇവിടെ നിന്ന് പഠിച്ച ആർക്കും പ്ലേസ്മെൻറ്റ് കിട്ടാതിരുന്നിട്ടില്ല. ഓക്കെ, നമ്മളൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് Mern Stackന് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9746211123 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് അയക്കാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. Mern Stackൻ്റെ സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ 90% വെബ്സൈറ്റ്സും ജാവാസ്ക്രിപ്റ്റിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 8 ലക്ഷത്തോളം വേക്കൻസീസ് കറൻ്റ്ലി ഇതിപ്പോൾ ഓഗസ്റ്റിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരത് പഠിച്ചിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ നിലവിൽ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഡിമാൻഡ് കൂട്ടുന്നത്. ഇവിടെ എഡ്യൂറിൽ നിന്ന് പഠിച്ചവർ നോക്കുകയാണെങ്കിലും ഓൺ ആൻ ആവറേജ് ഒരു ഫ്രഷറിന് 3.6 ലാഖാണ് CTC ലഭിച്ച് പോകുന്നത്. അത് തന്നെ ഡിമാൻഡ് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് Mern Stackൽ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാം, നമുക്കിങ്ങനെ ജോലി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലേണിംഗ് പാത്വേ ആണ്. Mern Stackൽ നേരത്തെ സൂചിപ്പിച്ച MongoDB, എക്സ്പ്രസ്, Node.js, React എന്നീ ടെക്നോളജീസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ HTML, CSS തൊട്ട് പഠിച്ചു തുടങ്ങാനാണ്. കാരണം വേറൊന്നുമല്ല, HTML ആണ് ഒരു വെബ് ആപ്ലിക്കേഷൻ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. വൈൽ CSS ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റിങ്ങും ഡിസൈനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് CSSലാണ്. CSSൽ പഠിക്കാൻ ഒരുപാടുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡും പാടുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻഡെപ്തായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ CSSലും ബൂട്ട്സ്ട്രാപ്പും പഠിക്കുക. എന്നിട്ട് മാത്രം ജാവാസ്ക്രിപ്റ്റിലോട്ട് സ്വിച്ച് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജാവാസ്ക്രിപ്റ്റിലെ മെയിൻ കൺസെപ്റ്റ്സ്, ഡേറ്റ ടൈപ്സ്, ഫങ്ഷൻസ്, ലൂപ്സ്, ഊപ്സ് കോൺസെപ്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്ട്സിലോട്ട് കിടക്കുക. ഒരു 2-3 പ്രൊജക്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു കോൺഫിഡൻറ്റ് വരും. ദെൻ യു മൂവ് ഓൺ ടു റിയാക്ട്. അത് കഴിഞ്ഞിട്ട് റിയാക്ട് പഠിക്കുക. റിയാക്ട് ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് റിയാക്ട് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. വൺസ് റിയാക്റ്റിൽ 1-2 പ്രോജക്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഡെവലപ്പായി കഴിഞ്ഞ് ഇനി ബാക്ക് എൻഡാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് Express.js-ഉം Node.js-ഉം കൂടെ ചേർന്നിട്ടുള്ള പ്രൊജക്ട്സ് എടുക്കുക, end-to-end പ്രൊജക്റ്റ് എടുക്കുക. അതിൽ ഡേറ്റാബേസ് കണക്ഷനായിട്ട് അറ്റ് ദ എൻഡ് MongoDB പഠിക്കുക. അപ്പം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് Mern Stack പഠിച്ച് നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ Mern Stack ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയാം. സോ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്: HTML, CSS, Bootstrap, JavaScript, React, Express.js, Node.js and MongoDB. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.